ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു മാനേജ്മെൻറ്റ് തോട്ടാണ് ഇനി പറയാൻ പോണത്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള തോട്ടിലേക്ക് ആരൊക്കെയാണ് കോൺട്രിബ്യൂഷൻ നടത്തിയത്, ഏതൊക്കെ സയൻറ്റിസ്റ്റുകളാണ് കോൺട്രിബ്യൂഷൻ നടത്തിയത്, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരുപാട് തോട്ട്സുകളുണ്ട്. ആ തോട്ട്സുകളൊക്കെയാണ് ക്ലാസിക്കൽ സ്കൂൾ, ഓർഗനൈസേഷണൽ സ്കൂൾ, ബിഹേവിയറൽ സ്കൂള്, പിന്നെ കണ്ടിൻജൻസി സ്കൂള്, കണ്ടംപററി സ്കൂള്, ഇൻ്റഗ്രേഷൻ സ്കൂള്, അങ്ങനത്തെ ഒരു 6ഓളം തോട്ട്സുകളുണ്ട്. അപ്പം അതിലൊക്കെ ഏതൊക്കെ സയൻറ്റിസ്റ്റുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നൊക്കെയാണ് ബ്രീഫായിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഇതൊരു ഓൾമോസ്റ്റ് ഒരു 4-5 പേജോളം തന്നെ ഉണ്ട്. അപ്പം എല്ലാം അങ്ങനെ നമുക്ക് വിസ്തരിച്ച് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല, പക്ഷേ ബ്രീഫായിട്ട് നമുക്കൊന്ന് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റുകൾ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ക്ലാസിക്കൽ സ്കൂളാണ്. ഈ ഒരു ക്ലാസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ടൂൾസ് നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ്, ബിഹേവിയറൽ മാനേജ്മെൻറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടാണ്. അതിൽ പറയണത് എന്താണ്, ആപ്ലിക്കേഷൻ ഓഫ് ദ സയൻറ്റിഫിക് മെത്തേഡ് ടു പ്രോബ്ലം ഓഫ് ദ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സയൻറ്റിഫിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുക, അതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സയൻറ്റിസ്റ്റ് ആരാണ്, പ്രൊഫസർ ചാൾസ് ബാബേജ് ആണ് അല്ലേ. അദ്ദേഹം എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, എന്താ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മാനുഫാക്ചേഴ്സ് മേഡ് ലിറ്റിൽ യൂസ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് ദേ ഡിപ്പെൻഡ് അപ്പോൺ ഒപ്പീനിയൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ആക്യുറേറ്റ് നോളജ്. ഈ മാനുഫാക്ചേഴ്സ് സയൻസും മാത്തമാറ്റിക്സും ഒക്കെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവർ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ഒപ്പീനിയൻസിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അഭിപ്രായങ്ങളെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രൊഫസർ ബാബേജ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, കണ്ടെത്തിയത്. മാനുഫാക്ചേഴ്സ് എപ്പോഴും മാത്തമാറ്റിക്സും സയൻസൊക്കെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അവർ ഹെവിലി ഡിപ്പെൻഡ് ആയിരിക്കുന്നത് എന്തിൻ്റെ മുകളിലാണ്, ഒപ്പീനിയൻസിൻ്റെ മുകളിലാണ്, അല്ലാണ്ട് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയോ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജിൻ്റെയോ മുകളിലല്ല, ഒപ്പീനിയൻസിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രൊഫസർ ചാൾസ് ബാബേജ് പറയുന്നത്. അദ്ദേഹം ഫൗണ്ട് ചെയ്തത് അതാണ്. അടുത്ത ഫെഡറിക് വിൻസ്ലോ ടൈലറാണ്. നമുക്ക് അറിയാം, ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഫൗണ്ട് ചെയ്തു എന്തിനായിരുന്നു ഫോക്കസ് ചെയ്തിരിക്കുന്നത്, വർക്ക് മെത്തേഡ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഇത് ആ ടെസ്റ്റിൽ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ട്. ഒരു മെയിൻ കണ്ടൻറ്റ് അതാണ്, വർക്ക് മെത്തേഡ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ, ആ മെത്തേഡ്സിൻ്റെ മുകളിലാണ് ഈ ഒരു ടൈലർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസിക്കൽ സ്കൂൾ തന്നെ ഫോക്കസ് ചെയ്യുന്ന എന്തിൻ്റെ മുകളിലാണ്, എഫിഷ്യൻസീൻ്റെ മുകളിൽ, സ്ട്രക്ചറിൻ്റെ മുകളിൽ, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ മുകളിലൊക്കെയാണ് ഈ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതേമാതിരി ടൈലർ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, വർക്കിൻ്റെ മെത്തേഡുകളെ, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള വർക്ക് മെത്തേഡ്സിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിലാണ് നമ്മൾ ടൈലറിൻ്റെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, ഡിവിഷൻ ഓഫ് ലേബർ, സ്റ്റാൻഡേർഡൈസേഷനൊക്കെ അതിൻ്റെ ഐഡിയാസാണ്. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഒരു ടാസ്ക് കംപ്ലീറ്റഡ് ആക്കി എടുക്കാനുള്ള ഒരു ടൈം, അതാണ് ടൈം സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പ്രൊഡക്റ്റുകളുടെ മോമെൻറ്റ്സിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആരായിരുന്നു അടുത്ത സയൻറ്റിസ്റ്റ്, ഹെൻറി ഗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗണ്ട് ചാർട്ടാണ്. ഗണ്ട് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് വർക്ക് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ഗിവൺ ടാസ്ക്. ഒരു ഗിവൺ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ വർക്കിൻ്റെ ഫ്ലോനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് ഗാണ്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ. അതാണ് ഹെൻറി ഗണ്ടിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫ്രാങ്ക് ആൻഡ് ലില്യൻ ഗിൽബർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, ടൈലറിൻ്റെ വാക്കുകൾ, ഒരു പ്രൊഫഷണൽ മീറ്റിങ്ങിലുള്ള ടൈലേഴ്സിൻ്റെ വേർഡ്സ് കേട്ടതിന് ശേഷമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അവർ പഠിക്കാൻ ആരംഭിച്ചത്, അവരുടെ കോൺട്രാക്റ്റിംഗ് കരിയർ ഉപേക്ഷിച്ചിട്ട്. ഈ ഒരു ലില്യൻ ഗിൽബർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, വൈഫാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പം അവിടെ എന്താണ്, which is emphasized on the development of management principle for managing the complete organization. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ആണ് ഓർഗനൈസേഷണൽ സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത്.
അതിലാണ് ഹെൻറി ഫയോൾ അല്ലേ, ഹെൻറി ഫയോൾ, അതേപോലെ തന്നെ മാക്സ് വെബർ, ജെയിംസ് ഡി മൂനെ ആൻഡ് അലൻ സി റെയ്ലി, ചെസ്റ്റർ ബെർണാഡ്, ഹെർബർട്ട് എ സൈമണൊക്കെ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സാണ്. അപ്പം അതിൽ ഈ ഒരു ഹെൻറി ഫയോളിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ്. അത് അതിലുണ്ടായിരിക്കില്ല. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. അതെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിനുള്ള പ്രിൻസിപ്പിളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെയാണ് അതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ്, മാക്സ് വെബറുടെ പ്രധാനപ്പെട്ടിട്ടുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹയറാർക്കിക്കൽ ഓർഗനൈസേഷനാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾ അനുസരിക്കണം, ഓർഗനൈസേഷനിൽ എല്ലാവരും റൂൾ അനുസരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു അധികാരത്തിൻ്റെ ഹയറാർക്കിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണ് മാക്സ് വെബർ എംഫാസിസ് ചെയ്തിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ള കോൺട്രിബ്യൂഷൻ. പിന്നെ ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകളെ പറ്റിയിട്ടൊന്നും അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ബിഹേവിയറൽ സ്കൂളാണ്. ബിഹേവിയറൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷനിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, വർക്കേഴ്സാണ്, ഹ്യൂമൻസാണ്. അപ്പം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ നിലനിന്ന് പോകുന്നത്. അവരില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ, ഇല്ല. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്കൂൾ ഓഫ് ബിഹേവിയറൽ മാനേജ്മെൻറ്റ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിഹേവിയറൽ സ്കൂൾ. അപ്പോൾ അതിൽ ഉള്ള കോൺട്രിബ്യൂട്ടേഴ്സാണ് റോബർട്ട് ഓവൻ, ഹ്യൂജോ മൺസ്റ്റർബർഗ്, ജോർജ് എൽട്ടൺ മായോ, മേരി പാർക്കർ ഫോളറ്റ്, എബ്രഹാം മാസ്ലോ, ഡഗ്ലാസ് എം സി ഗ്രിഗറൊക്കെ. അപ്പോൾ അതിൽ ജോർജ് എൽട്ടൺ മായോനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാർവേഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഹോത്തോൺ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ എബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹയറാർക്കി തിയറി നമുക്കറിയാം. ഡഗ്ലാസ് എം സി ഗ്രിഗറിൻ്റെ എക്സ് തിയറി, വൈ തിയറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. എക്സ് പോസിറ്റീവ് തിയറിയാണ്, വൈ നെഗറ്റീവ് തിയറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട, പേര് മാത്രം ഒന്ന് പഠിച്ചേക്കുക. പിന്നെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഒന്ന് പഠിച്ചേക്കുക. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളാണ് അടുത്ത സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഫോക്കസ് ചെയ്യുന്ന മാത്തമാറ്റിക്സ്, വിച്ച് ഈസ് ഫോക്കസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ടു സോൾവ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകളായിട്ടുള്ള മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുക. അതിൻ്റെ മുകളിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അതെന്തെങ്കിലും ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും അല്ലേ. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻ്റഗ്രേഷൻ സ്കൂളാണ് അല്ലേ. ഇൻ്റഗ്രേഷൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പലതരം ക്ലാസിക്കൽ തിയറീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇൻ്റഗ്രേഷൻ സ്കൂള്. പിന്നെ എന്താ പറയുന്നത്, കണ്ടിൻജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നോ വൺ ബെസ്റ്റ് വേ ടു മാനേജ്മെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിൻജൻസി സ്കൂളിൽ പറയുന്നത്, കണ്ടിൻജൻസി തിയറിയിൽ പറയണത്. പിന്നെ ഈ ഒരു ഇൻ്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ സ്കൂളിനെ പറ്റി പറഞ്ഞല്ലോ, അതിനെ തന്നെ നമ്മൾ മോഡേൺ സ്കൂൾ എന്നും കൂടി പറയുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് വേരിയസ് അപ്രോച്ചസ് ബേസ്ഡ് ഓൺ കറൻറ്റ് ബിസിനസ് നീഡ്സ്. ഇപ്പം എന്താണോ ബിസിനസ്സിന് ആവശ്യം അതിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചുകളുടെ കോമ്പിനേഷനെയാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്, മോഡേൺ സ്കൂൾ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ കണ്ടംപററി സ്കൂളാണ്. കണ്ടംപററി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം എന്താ പറയുക, റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ്, മാനേജ്മെൻറ്റ് പ്രാക്ടീസിൽ ഉണ്ടാകുന്ന റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. വിച്ച് റെപ്രസെൻറ്റ്സ് ദ മോഡേൺ ഇവോൾവിങ് അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ് ഇൻ ടുഡേസ് കോംപ്ലക്സ് ആൻഡ് ഫാസ്റ്റ് ചേഞ്ചിങ് ബിസിനസ് വേൾഡ്. ഇന്നത്തെ വേഗത്തിൽ മാറ്റം വരുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ബിസിനസ് വേൾഡിലുള്ള അപ്രോച്ചസ്, അതിലുണ്ടാകുന്ന റീസെൻറ്റ് ട്രെൻഡ്സിനെയാണ് കണ്ടംപററി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയണത്. അപ്പം എന്താ പറയുക, അതെന്തിനൊക്കെയാണ് എംഫാസൈസ് ചെയ്യുന്നത്, പീപ്പിൾസിനെ, ആളുകളെ, കൾച്ചർ, എത്തിക്സ്, സസ്റ്റൈനബിലിറ്റീനൊക്കെയാണ് അത് എംഫാസൈസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഉള്ള അതെന്താണ്, ദീസ് ആർ എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഗ്ലോബൽ തിയറി സെഡ്, അതേമാതിരി
മാക്കിൻസി അല്ലെങ്കിൽ MC കിൻസി 7S. ഈ ഒരു കിൻസീൻ്റെ 7 ഫാക്ടേഴ്സിനെ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. സ്ട്രാറ്റജി, അതേപോലെ തന്നെ സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റാഫ്, സ്റ്റൈല്, സ്കിൽസ്, സൂപ്പർഓർഡിനേറ്റ് ഗോൾസ്, അങ്ങനെ 7 എസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, ഒരു പ്ലാനിനെയാണ്. ഓർഗനൈസേഷൻ്റെ പരിമിതമായിട്ടുള്ള റീസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലാൻസിനെയാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. പിന്നെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡിസൈനിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയണത്. പിന്നെ ഓർഗനൈസേഷനുടെ പ്രോസസ്സ്, അതൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് മാനേജേഴ്സ് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. അതേമാതിരി ഓർഗനൈസേഷനിൽ ഓരോ പേഴ്സണലുകളും, അത് വർക്കേഴ്സ് ആയിക്കോട്ടെ മാനേജേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ ഉണ്ടായിരിക്കും. പിന്നെ സൂപ്പർഓർഡിനേറ്റ് ഗോൾസ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു 7S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 7S എന്ന് പറയുന്നത് അതൊക്കെയാണ്. പിന്നെ എക്സലൻസ്, പിന്നെ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, അതൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, അതിലുള്ള മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ അല്ലേ. ക്ലാസിക്കൽ സ്കൂൾ, അതേപോലെ തന്നെ എന്തുണ്ട്, ക്ലാസിക്കൽ സ്കൂൾ, ഓർഗനൈസേഷൻ സ്കൂൾ, ബിഹേവിയറൽ സ്കൂൾ, ഇൻ്റഗ്രേഷൻ സ്കൂൾ, കണ്ടംപററി സ്കൂള്, അങ്ങനെ കുറച്ച് സ്കൂളുകളുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് സ്കൂള്. പിന്നെ അതിലൊക്കെ എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയത് പഠിച്ചു വെക്കുക. എളുപ്പമുള്ളതൊക്കെ ടൈലറുടെ ആദ്യത്തെ ആ ഒരു ഭാഗം അത്യാവശ്യം എളുപ്പമുള്ളതാണ്. ചാൾസ് ബാബേജിൻ്റെയും വിൻസ്ലോ ടൈലറുടെയും ഹെൻറി ഗണ്ടിൻ്റെയും ഒക്കെ ഏകദേശം എളുപ്പമുള്ള. അപ്പോൾ എളുപ്പമുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക.